പുലി വരുന്നേ പുലി, പുലി വരുന്നേ പുലി. സംഗതി വേറെ ഒന്നുമല്ല. രാത്രി ഇവൻ എന്തിനാണ് ഈ പുലീനെ വിളിച്ചു കൂട്ടുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്? ഓൾറെഡി പല പല വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വയലൻസ്, അതിനിടയിൽ മറ്റേ ലഹരി, ആകെ മൊത്തം സീനായിട്ടിരിക്കുന്നതിനിടയിൽ കുറച്ച് ചിരിക്കാനുള്ള ഭാഗമുണ്ടേ. 24x7 ഇവിടുത്തെ ന്യൂസ് ചാനലുകൾക്ക് ഇട്ട് ഒരു പുലിയാപ്പ് വെച്ച മീഷോന്ന് മേടിച്ച ഒരു പുലിമുരുകൻ്റെ കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇന്ന് രാവിലെ ഒരു 9-9:30 ആയ സമയത്ത് എല്ലാ ന്യൂസ് ചാനലുകളിലും ഫ്ലാഷ് അടിച്ച് ബ്രേക്കിംഗ് ന്യൂസായിട്ട് സ്ക്രോൾ ചെയ്തിട്ട് പോയ ഈ ഒരു ന്യൂസ് നിങ്ങളിൽ എത്ര പേര് കണ്ടു കാണും എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം മലപ്പുറത്ത് നടന്നൊരു സംഭവമായതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചു. മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവ ഇറങ്ങി. മലപ്പുറം കരുവാരക്കുണ്ട് ടൈഗർ, ആർത്തല ടീ എസ്റ്റേറ്റിന് സമീപം കടുവ. ഞാൻ നോക്കുമ്പോൾ ഒരു 1.5 കടുവ ഇരിക്കുന്നു. അത് വീഡിയോ ഫോട്ടോ എടുത്തോ, അതിലും വലിയ ഐറ്റം പുല്ലുമുരുകൻ കാ ബാപ്പ്. ഞാൻ വിചാരിച്ചു ആരാടാ ഈ വില്ലാളി വീരൻ ഇത്രയും ധൈര്യത്തിൽ പോയിട്ട് ഈ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതെന്നുള്ളത്. പിന്നെ നമ്മളെ നാട്ടിലായതുകൊണ്ട് അറിയാലോടെ, ആനയും കടുവയൊക്കെ കാടിറങ്ങി നാട്ടുകാർക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളിപ്പോൾ അടുത്ത് കണ്ടതും കേട്ടതൊക്കെയാണ്. സോ ഒരു പാനിക് സിറ്റുവേഷൻ വരും. അപ്പോൾ എന്താണ് സംഭവം, എന്താണ് വിഷയം, എന്തെങ്കിലുമൊക്കെ ആളപായമുണ്ടോ, അല്ലെങ്കിൽ പട്ടിയെ പിടിച്ചുകൊണ്ടുപോകും, പശുവിനെ പിടിച്ചുകൊണ്ടുപോകും, ആടിനെ പിടിച്ചുകൊണ്ടുപോകും, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ന്യൂസ് ഒന്ന് ഞാൻ അപ്പം തന്നെ പ്ലേ ചെയ്ത് കേട്ട്. മലപ്പുറം കരുവാരക്കുണ്ടിലെ ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങി. ആർത്തല ടീ എസ്റ്റേറ്റിന് സമീപമാണ് കടുവയെ കണ്ടത്. മണിക്കനാംപറമ്പിൽ ജെറിയാണ് കടുവയുടെ ദൃശ്യം പകർത്തിയത്. സൂം ചെയ്തത് പിടിച്ചാണെങ്കിലും ആവശ്യത്തിന് ഫോട്ടോ എടുത്തോളൂ എന്ന നിലയ്ക്കാണ് വന്ന് നിൽക്കുന്നത്. അപകടകരമായ നിലയിലാണോ ആ ദൃശ്യങ്ങൾ പകർത്തിയെന്നൊരു സംശയം. ദൃശ്യങ്ങൾ പകർത്തിയ ആള് വില്ലാളി വീരനാണല്ലോ. അതുകൊണ്ടാണല്ലോ പുലിനെ അത്രയും അടുത്ത് പോയിട്ട് പിടിച്ചെടുത്തത്. ഇനീഷ്യൽ സ്റ്റേജിൽ ഈ ന്യൂസ് കണ്ട സമയത്ത് ഞാനും വിചാരിച്ചു, എന്നാലും ഈ പുലിനെ അത്രയും അടുത്ത് കിട്ടി, ശൂരൻ, വീരൻ, ധീരൻ, അവൻ ആരുടെയെന്ന്. അപ്പോഴാണ് ആ ന്യൂസിന് ഞാൻ പേര് ശ്രദ്ധിച്ചത്. ജെറിൻ മണിക്കലാംപറമ്പിൽ, ജെറിൻ എബ്രഹാം മണിക്കലാംപറമ്പിൽ എന്ന് പറഞ്ഞുള്ളൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ നമ്മൾ അടിച്ചു നോക്കൂലൂടെ, ആരാണ് ഇവൻ എന്നറിയാൻ വേണ്ടിയിട്ട്. നോക്കിയ സമയത്താണ് ആൾക്ക് പുലിയുടെ ഒരു കവറൊക്കെ ഇട്ടിട്ടുണ്ട്, കവർ പിക്ക്. പിന്നെ അക്കൗണ്ടിനകത്ത് കുറച്ച് പുലി ഫോട്ടോസ് ഉണ്ട്. 2017 എങ്ങാണ്ടാണ് ലാസ്റ്റ് പോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു സംശയം, ഈ മീഷോ പുലിമുരുകൻ ഇവൻ എങ്ങനെയാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പർട്ടിക്കുലർ വീഡിയോ ഫോർവേഡ് ചെയ്ത് തന്നു. അത് മറിയൂർ ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിനകത്ത് വന്നിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. ഒരു 3 വർഷം മുമ്പേ ഞാൻ നോക്കുമ്പോൾ ഇന്ന് 24x7 എല്ലാ ചാനലുകളും ബ്രേക്ക് ചെയ്ത അതേ കടുവ 3 വർഷം മുമ്പ് ആ ചാനലിനകത്തിരിക്കുന്നത്. കഴിഞ്ഞില്ലേ കഥ, ചട്ടിയും കലവും എന്താ അടക്കുന്നുണ്ട്. മീഷോ പുലിമുരുകൻ പണി പറ്റിച്ച്. പുലിമുരുകനും അല്ല, അവൻ ശിക്കാരി ശംഭു ആണെന്നുള്ളതാണ് എനിക്ക് പറയണ്ട. ശിക്കാരി ശംഭുവിന് പിന്നെയും കിട്ടുന്നുണ്ടാവൂടെ എന്തെങ്കിലുമൊക്കെ. മീഷോ വേർഷൻ എന്താണെങ്കിലും മറിയൂർ ചാനൽ എന്ന് പറഞ്ഞ ചാനലിൽ 3 വർഷം മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന നൈറ്റ് ടൈം ഇൻ ഫോറസ്റ്റ് ടൈഗർ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇവിടുത്തെ 24x7 ചാനലുകൾ മലപ്പുറത്ത് കരുവാരക്കുണ്ട് കടുവ ഇറങ്ങി എന്ന് പറഞ്ഞ് നാട്ടുകാരെ കാണിച്ചത്. അടുത്തുപോലെ അപ്പോൾ ഓക്കെ, അപ്പം 3 വർഷം മുമ്പുള്ള ഈ ഒരു വീഡിയോ എടുത്തിട്ട് നാട്ടുകാരെടുത്ത് കരുവാരക്കുണ്ട് കടുവ ഇറങ്ങി എന്ന് പറഞ്ഞ ന്യൂസുകാരുടെ അടുത്ത് എന്താണെങ്കിലും ഫോറസ്റ്റിൻ്റെ വിളി വരുമല്ലോ. ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയത്? കാരണം ഒരു പാനിക് സിറ്റുവേഷൻ ഒരു നാട്ടിൽ ക്രിയേറ്റ് ആവും ഇല്ലേ? നാട്ടിൽ ഓൾറെഡി ഈ കടുവ ആനയൊക്കെ ഇറങ്ങിയിട്ട് ആളപായമുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കരുവാരക്കുണ്ട് ഭാഗത്തൊക്കെ ഇത് ഇറങ്ങാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം കാടിനോട് അത്രയും ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്.
റെഗുലറായിട്ട് അവിടുത്തെ വന്യജീവി മൃഗങ്ങളുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നാട്ടുകാരാണ്. സോ കരുവാരക്കുണ്ട് ഏത് ഭാഗത്താണ് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് കാട്ടിലേക്ക് പോയോ, അത് ചുറ്റിക്കറങ്ങി നടക്കുകയാണോ, മനുഷ്യജീവൻ ആപത്തുണ്ടോ, നരഭൂജിയാണോ, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഫോറസ്റ്റിൻ്റെ തലയിൽ വരും. അപ്പോൾ ഫോറസ്റ്റുകാരുടെ അടുത്ത് കോൾ ചെയ്യലൂടെ രാവിലെ മുതൽ. അപ്പോൾ ഫോറസ്റ്റുകാർ ഇത് ആരാണ്, എവിടെ നിന്നാണ്, ആർക്കാണ് ഈ വിഷ്വൽ കിട്ടി, ഇത് സ്ഥലത്തു നിന്നാണ്, ഒരു എസ്റ്റേറ്റിൻ്റെ പേരൊക്കെ അവർ പറയുന്നുണ്ട്. ഞാൻ പല ചാനലുകളിലും ഈ ജെറിൻ കയറിയിരുന്നത് തള്ളി മറയ്ക്കുന്നുണ്ടായിരുന്നു രാവിലെ മുതൽ. ഓക്കെ, അവിടെ കണ്ടു, അപ്പോൾ അവൻ സൂം ചെയ്തു, അപ്പോൾ ഓടി മറിഞ്ഞു, അങ്ങനെ ജീപ്പിലാ പോയ പല സാധനങ്ങളും ആശ അടിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഫോറസ്റ്റ് ഓഫീസർമാർ ജെറിൻ വില്ലാളി വീരൻ, വീരാതി വീരൻ, ശൂരനെ തപ്പി ഇങ്ങോട്ട് പോയി. കാരണം 3 വർഷം മുമ്പ് വേറെ ചാനലിൽ വന്ന് വീഡിയോ എടുത്തിട്ടാണല്ലോ ഇവൻ 24x7 ചാനലിൽ ആപ്പ് വെച്ച് കൊടുത്തത്. എന്നിട്ട് അതിനകത്ത് കയറി ഇരുന്നിട്ട് ഇവൻ അവൻ്റെ ശൂരത്തിനെ വിളിച്ച് പറഞ്ഞല്ലോ. ഇന്ന് ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നേരെ പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാറുമാർ ഇവൻ്റെ അടുത്ത് പോയപ്പോഴാണ് മോനെ ആശാൻ പറ്റി ഇപ്പം താക്കോൽ എവിടെ ഇരിക്കുന്നത്, അവിടെ ഇരിക്കട്ടെ എന്നുള്ള അവസ്ഥയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ടല്ലേ ഇത്? സ്റ്റാറ്റസ് ഇട്ടാണോ നിങ്ങൾ പത്രക്കാർക്ക് വിളിച്ചു കൊടുത്തത്? നിങ്ങളത് ആ കൊടുത്ത നിങ്ങൾ പത്രക്കാർക്ക് കൊടുത്ത വീഡിയോ നിങ്ങൾ എടുത്ത വീഡിയോ ആണോ, വല്ലയിടത്തുനിന്നും നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തിൽ നിന്ന് എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുത്താണോ? എന്ത് ചെയ്ത് കൊടുത്താണ് നിങ്ങൾ? അത് നിങ്ങൾ ഇവിടെ കണ്ട പുലിയെ കണ്ടു എന്നുള്ളത് നിങ്ങൾ പത്രക്കാർക്ക് നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ കണ്ട് നിങ്ങളത് മാറിപ്പോയെന്നും പറഞ്ഞൊരു വീഡിയോ കണ്ടല്ലോ. അത് നിങ്ങൾ എടുത്തതാണോ അതോ വല്ലയിടത്തുള്ള സാധനം എഡിറ്റ് ചെയ്ത് കൊടുത്താണോ? എഡിറ്റ് ചെയ്ത് കൊടുത്താണോ? ഇവൻ ആരുടെ ഒപ്പം സിനിമയിലെ ലാലേട്ടനാ ചോദിക്കുമ്പോൾ ആരാണ് ആദ്യം ബോഡി കണ്ടത്? അപ്പോൾ നമുക്കോയി പറയില്ല ഞാനാണ് കണ്ടത്, അല്ല ഞാനാണ് കണ്ടത്. അതേപോലെ നീ സ്റ്റാറ്റസ് ഇട്ടു, ആരാണ് ഇത് അയച്ചു കൊടുത്തത്? ഞാനാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ അവർ നിന്നോട് അവർ ചോദിച്ചുകൊണ്ട് ഞാൻ അയച്ചു കൊടുത്തു. ആരുടെ ഇവൻ കുറച്ചും കൂടി ഇനി ഇവനോട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എൻ്റെ അയ്യപ്പനല്ല പുലിപ്പാൽ കൊടുന്നത് പുലിപ്പുറത്ത് വന്നിട്ട് ഞാനാണത് കൊടുന്നതെന്ന് പറയും. ആ ടൈപ്പ് സാധനം നിൽക്കുക നോക്ക് നിങ്ങൾ. എന്ത് കഥയാന്ന് ആലോചിച്ച് നോക്കണേ. ഇവൻ ഈ 3 വർഷം മുമ്പുള്ള ചാനലിലെ വീഡിയോ എടുത്തിട്ട് ഇവൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് അത് കണ്ട ലോക്കൽ ചാനലിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ഏതോ ഒരാൾ ഇവനെ വിളിച്ച് ചോദിച്ച് ഇത് നീ എടുത്തതാണോ, ഞാൻ ന്യൂസിൽ കൊടുക്കട്ടെ എന്ന്. അപ്പം ചുമ്മാ ചുളുവിൽ ഫെയിം ആവാമല്ലോ. ഈ വീഡിയോ അധികം ആ ചാനലിനകത്ത് ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവൻ നൈസായിട്ട് എന്ത് ചെയ്ത് നീ എടുത്ത് കൊടുത്തോന്നും പറഞ്ഞു അവനത് എടുത്തിട്ട് ചാനലിനൊക്കെ കയറ്റി അടിക്കുകയും ചെയ്തു. അപ്പോൾ എവിടെയാണ്ടെന്ന് വെച്ചപ്പോൾ ഈ ഒരു ലൊക്കേഷനും പറഞ്ഞു കൊടുത്തു. ഇവൻ അറിയാൻ പാടില്ല എവിടെയെങ്കിലും പുലിനെയോ ആനേനെയോ പോത്തിനെയോ മറ്റേ ഈ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഫോറസ്റ്റ് തപ്പി അന്വേഷിച്ച് വരും, അത് സീനാവും എന്നുള്ളത് വിചാരിച്ച് കാണൂലേ. ഇതാണെന്നുണ്ടെങ്കിലും നിന്ന് വേർക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ പോലീസിൽ കേസ് കൊടുക്കുന്നുണ്ട്, വേറൊന്നുമല്ല. നിങ്ങൾ ജനങ്ങളെ മനഃപൂർവ്വം പരിഭ്രാന്തി വരുത്താൻ വേണ്ടി ഇമാര് വൃത്തികേടുകൾ ചെയ്യും. അല്ല ഞാൻ പറയുന്നത് അല്ല, നിങ്ങൾ പത്രക്കാർക്ക് അധികം നിങ്ങൾ കൊടുത്ത വീഡിയോ ആണല്ലോ കണ്ടത് അല്ലെ? ജനങ്ങളെ ഞാനായിട്ട് വിളിച്ചു കൊടുത്തതല്ല സാർ, എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് വീഡിയോ നിങ്ങൾ സ്റ്റാറ്റസ് കണ്ടിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ പത്രക്കാരൻ ഏജന്റാണ്, പത്ര ഏജന്റാണ്. പുള്ളി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പം യഥാർത്ഥത്തിൽ സംഭവം പുലി ഇവിടെ ഉണ്ട്, പുലി എന്റെ നായ്ക്കളെ ആക്രമിച്ചിട്ടുണ്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഈ വീഡിയോ ഞാനോട് എന്നോട് ഇങ്ങനെ ചോദിച്ചെന്താ ഞാനിത് ന്യൂസിൽ കൊടുക്കട്ടെ, ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞതാണ് അവരോട്. അപ്പൊ നിങ്ങള് ആ തിരുനെല്ലി കണ്ടപ്പോ അപ്പൊ നിങ്ങളാണോ ഈ വീഡിയോ ഇത് ഇവർക്ക് കൊടുത്തത്? ആർക്ക്? നിങ്ങൾ അതിനകത്തൊരു 12 മിനിറ്റുള്ള ഒരു സ്റ്റാറ്റസ് വീഡിയോ ആണ് സാർ അതിനകത്തുള്ളത്. അപ്പൊ ആ വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇത് ഞാനത് പത്രത്തിൽ കൊടുക്കേണ്ടി വെച്ചു. അപ്പൊ പത്രത്തിൽ അവർ അതിന്റെ ഒരു ക്ലിപ്പിംഗ്സ് ആരെ നിങ്ങൾ ചോദിച്ചത്? അതൊരു മനോരമയുടെ ഒരു ഏജന്റാണ്, പേരെന്താ? പേര് സുഹൈൽ എന്ന് പറയും. പത്രത്തിന്റെ ഒരു ഏജന്റാണ്, ഒരു പത്ര ഏജന്റാണ്, റിപ്പോർട്ടർ അല്ല. പക്ഷെ നിങ്ങളുടെ ആ വീഡിയോ കയ്യിൽ കാണിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് ഇത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ആ ചാനലിൽ വിളിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ, നിങ്ങൾ വന്ന് രാത്രി ചെയ്യുന്നു, നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ഞാൻ ഒന്ന് പറയട്ടെ. നിങ്ങളുടെ ഇത് അങ്ങനെയുള്ള ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ, അത് നിങ്ങളുടെ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ആണോ? പക്ഷേ സംഭവം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല, നിങ്ങൾ അവിടെ കടുവേനെ കണ്ടിട്ടില്ല അല്ലേ? കടുവയുണ്ട്. എവിടെ കടുവേണ്ടെന്ന് ഈ ഭാഗത്ത് ഇത് ചടക്കാക്കൊണ്ട് വനഭാഗങ്ങളിൽ കടുവയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ഇല്ലാന്ന് ഞങ്ങൾ ഇത് ചെയ്തില്ല. പക്ഷെ ഇന്ന് പേപ്പറിൽ വന്ന ന്യൂസ് അല്ലല്ലോ. കടുവുണ്ട്, കടുവ കാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. കടുവുണ്ടല്ലോ, കടുവ ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ കടുവേന്റെ സ്റ്റാറ്റസ് ഇട്ടത്. കടുവേന്റെ സ്റ്റാറ്റസ് ഇട്ടാൻ കാരണം കടുവ കാട്ടിലുണ്ട്, അതുകൊണ്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു. സ്റ്റാറ്റസ് കണ്ട ആളിനോട് കടുവയുടെ വീഡിയോ നീയാണോ എടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നൈസായിട്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ആരുടെ ഇവനൊക്കെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനിടയിൽ എല്ലാവരെയും മറ്റെന്താ പറയുക ഒരു വഴിക്ക് പറ്റിക്കുന്നത് ഇവിടുത്തെ 24x7 ചാനലുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടാപ്പ് വെച്ച പുരുമുരുകൻ മീഷോടെ നിന്നെ നമിച്ച് ഞാൻ
അതെന്ത് പറയാനാണ് ഇവനൊക്കെ? ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇവൻ അതിനിടയിൽ കൂടി എൻ്റെ പൊന്നേ കഴിഞ്ഞിട്ടില്ല. ഇവൻ്റെ താക്കോല് തപ്പല് കഴിഞ്ഞിട്ടില്ല. ഇനി ഇവനോട് കുറേ ചോദ്യം മൂപ്പര് ചോദിക്കുന്നുണ്ട്. ഇവൻ തപ്പണുണ്ട് താക്കോല്. അത് ഞാൻ പറയുന്നത് ഇത് ഒന്നാമത് ജനങ്ങൾ വളരെ ഭീതിയോടുകൂടി നിൽക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ സാറേ ഞാനായിട്ട് വിളിച്ച് പറഞ്ഞതൊന്നും അല്ലത്. ഇതിങ്ങനെ ഒരു പിന്നെന്താ സംഭവിച്ചത്? ഒരു ന്യൂസുകാരോട് പോലും ഞാൻ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അതെങ്ങനെ ഒരു ന്യൂസ് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഞാനായിട്ട് ആവശ്യപ്പെട്ട ഒരു ന്യൂസുകളും ഞാൻ കൊടുത്തിട്ടില്ല. ഇത് കണ്ടിട്ട് ആൾക്കാർ ഇത് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കടുവ ഇന്നടുത്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല നിങ്ങളാണല്ലോ അത് അയച്ചു കൊടുത്തത്. അല്ല പത്രക്കാർക്ക് അയച്ചു കൊടുത്താരാ? പത്രക്കാർ ചോദിച്ചു മേടിക്കാണ്. ഞാനായിട്ട് അയച്ചു കൊടുത്തല്ലേ? നിങ്ങൾ ചോദിച്ചെങ്കിൽ അത് അയച്ചു കൊടുത്തത് നിങ്ങളാണല്ലോ. നിങ്ങൾ കണ്ടു എന്നും പറഞ്ഞ് അയച്ചു കൊടുത്തത് ഈ വരുന്ന ന്യൂസിലൊക്കെ കണ്ട് നിങ്ങളാണല്ലോ അയച്ചു കൊടുത്തത് അല്ലേ? അല്ലാതെ പത്രത്തിലെ റിപ്പോർട്ടർമാർ വിളിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ അയച്ചു കൊടുത്തു. നിങ്ങൾ അയച്ചു കൊടുത്ത വേറെ എവിടുത്തെ സാധനം നിങ്ങൾ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു അല്ലേ? അവരെടുത്ത് പറഞ്ഞു എഡിറ്റ് ചെയ്താന്ന് പറഞ്ഞവർ നിങ്ങൾ അവര് ഇല്ല ഒന്നും പറഞ്ഞില്ല. അല്ല അപ്പൊ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങൾ ഇവിടെ കണ്ട ഏതൊരു ഇതിന്റെ ഫോട്ടോ. കടുവ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട്. കടുവ സാന്നിധ്യത്തിന്റെ പ്രശ്നം കടുവ സാന്നിധ്യത്തിന്റെ പ്രശ്നങ്ങളെ ഞങ്ങൾ ഇവിടെ കടുവേനെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ കടുവയ്ക്ക് കൂട് വെച്ചിട്ടുണ്ട്, ഓടിച്ചു വിട്ടിട്ടുണ്ട്. പല പ്രാവശ്യം പല വന്യമൃഗങ്ങളെ ആക്രമിച്ചതിന് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. പൊന്നെ ഞാൻ പറയുമ്പോ എന്താ അറിയോ, ഇവനെ ഓക്കെ ഒരു 99% അല്ലെ 95% ഇവന്റെ ഭാഗത്തുണ്ട്. ബാക്കി ഇവിടുത്തെ ചാനലുകളുടെ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒന്ന് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അതെന്താ, എങ്ങനെയാ, എവിടുന്ന, എന്താ അവസ്ഥ? കാരണം ഇത് ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ അല്ലേ. നിങ്ങളൊന്ന് ആലോചിക്കും, ഒരു നാട് മൊത്തം പാനിക് ആവുന്ന രീതിയിലുള്ള ന്യൂസാണ് എല്ലാവരും കൂടി ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. മനസ്സിലായ? ഒരു നാട് മൊത്തം പാനിക് ആവില്ലേ? രാവിലെ സ്കൂളിൽ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട്, ആ നാട്ടിൽ പണിക്ക് പോകുന്ന ആളുകളുണ്ട്. എത്ര ആളുകളുടെ രാവിലെ കാണുന്ന ന്യൂസ് 9-9:30 കാണുന്ന ന്യൂസ് കടുവ ഇറങ്ങി, ജമുട്ട് കടുവ, അത്രയും ക്ലിയർ വിഷ്വൽസ്. നാട്ടുകാർക്ക് പേടിക്കാൻ വല്ലതും വേണമെന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയുമ്പോൾ ഇവനെ പിടിച്ച അകത്തിടണം, എന്നാൽ പാടം പിടിക്കും കള്ളപ്പെടുക. ഇപ്പൊ നിങ്ങളിപ്പോ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് കടുവ വന്ന് നിന്നു, നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്തു, നിങ്ങൾ വീഡിയോ എടുത്തു, അത് അയച്ചു, നിങ്ങൾ ഒന്ന് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ തന്നെയാണ് സാധനങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ? ഓഡിയോ ക്ലിപ്പും ഓഡിയോ ക്ലിപ്പ് ഫോൺ വിളിക്കുന്ന സംഭാഷണങ്ങൾ അവർ റെക്കോർഡ് ചെയ്തതാണ്. ഓഡിയോ ക്ലിപ്പ് ഒന്ന് കാണിച്ചേ. അതെ ഓഡിയോ ക്ലിപ്പിൽ നിങ്ങൾ പറയുന്ന ശുദ്ധം നുണയല്ലേ? അല്ല ഞാൻ പറഞ്ഞു ഈ പറയുന്നത് നിങ്ങൾ അവിടെ വന്നു, അത് നിങ്ങൾ ഞാൻ പറയട്ടെ, ഇത് അത് കഴിഞ്ഞിട്ട് മാറി കിടന്നു, രണ്ടാമത് വേറെ സ്ഥലത്ത് പോയിരുന്നു, അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ പറയുന്ന ഓഡിയോ ക്ലിപ്പിൽ? അപ്പൊ ശുദ്ധം നുണയാണ് നിങ്ങൾ ഓഡിയോ ക്ലിപ്പിലും പറയുന്നത് അല്ലേ? അല്ല ഞാൻ പറയുന്നത് ഓഡിയോ ക്ലിപ്പിലും നിങ്ങൾ ശുദ്ധ നുണയാണ് പറയുന്നത്, ആണോ അല്ലയോ? അത് ഫോൺ വിളിച്ച് ചോദിച്ചതാണ്. കാണുന്ന പോലെ അത്രയും അടുത്തൊന്നല്ല, ഞാനൊരു സൂം ചെയ്തെടുത്തൊരു വീഡിയോ ആണത്. നിങ്ങളെല്ലാം സംസാരിക്കണം. അപ്പൊ നിങ്ങൾ വെറുതെ നുണ പറയാണ് ബേസിക്കലി അല്ലേ? അല്ല എന്താ സംഭവിച്ചത്? ഞാൻ ചോദിക്കുന്നത് വളരെ ജെറിൻ, ഞാൻ സൂം ചെയ്തെടുത്തതാണ്. കാട്ടിൽ കടുവ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഏതെങ്കിലും വീഡിയോ എടുത്തിട്ട് ഞാൻ സൂം ചെയ്തതെന്ന് പറഞ്ഞ് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇമാതിരി കോമഡി ഐറ്റങ്ങളെ കാണുമ്പോൾ ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ വളരെ സീരിയസ് സംഗതിയാണ്, അല്ലാതൊന്നും പറയാനില്ല. കാരണം ഒരു നാടിനെ മൊത്തം മുൾമുനയിൽ നിർത്തുന്ന രീതിയിലാണ് കുറച്ച് മണിക്കൂറുകളോളം നേരം നിന്നിട്ടുള്ളത്. ഓക്കെ, കരുവാരക്കുണ്ട് ഭാഗത്തുള്ളവർക്കൊക്കെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഒന്ന് പേടിച്ച് കാണും മനസ്സിനകത്ത്. സംഗതി ഇവന് ചിലപ്പോൾ ആ രീതിയാണ്. 2-3 ന്യൂസുകാർ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ഒരു സുഖമല്ലേ ഇത് ജെറിൻ, നിങ്ങളെ ഇത്ര ശൂരനാണോ ധീരനാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ മാഡം, ഞാൻ ജീപ്പിൽ പോകുന്ന വഴിക്ക് പുലി നിൽക്കുന്നുണ്ടായിരുന്നു, ആ നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ സൂം ചെയ്തെടുത്തു. പുലി നമ്മളെ പയ്യനാ മോനെ, കിങ് ലെയർക്കാ ബാപ്പ്, അല്ലാതെ പറയാനാണ്. എന്താണെങ്കിലും ന്യൂസുകാർക്ക് ഇതോടുകൂടി ഒരു പാഠം പഠിച്ചല്ലോ. നിങ്ങൾ ചുമ്മാ എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടുന്നത് എടുത്തിടാതിരിക്കുക. കാരണം നിങ്ങൾക്കൊക്കെ ടീമുണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ന്യൂസ് ഇതെന്താ പറയുക, ന്യൂസ് ബ്രേക്ക് ചെയ്യാനുള്ളൊരു തത്രപ്പാട്, ഒരു ഓട്ടം, ഒരു കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന മിസ്റ്റേക്കുകളാണ് ഇതൊക്കെ. എന്താണെങ്കിലും തെറ്റ് പറ്റിയെന്ന് മനസ്സിലായ സമയത്ത് ഓടിപ്പിടിച്ച് ഇതേ ന്യൂസുകാരൊക്കെ തന്നെ ഫോറസ്റ്റുകാരുടെ ഒപ്പം പോയിട്ട് ഇവൻ്റെ ഈ ഒരു തള്ളൽ വേർഷൻ നമുക്ക് കാണിച്ചത് നന്നായി. എന്താണെങ്കിലും ഇനി മുന്നോട്ടുള്ള എന്താ പറയുക ന്യൂസുകാരുടെ ന്യൂസുകളിൽ ഇങ്ങനത്തെ അബദ്ധങ്ങൾ അവർക്ക് പറ്റാതിരിക്കട്ടെ. പിന്നെ പൊന്നു ചെറിനെ മോനേടേ, നീ മറ്റേ കഥ പോലെ തന്നെ ഇപ്പം പുലി വരുന്നേ നീ പറഞ്ഞാൽ പോലും നാട്ടുകാർ വിശ്വസിക്കും. എന്നെ നാളെ പിടിച്ചുകൊണ്ടായാൽ പോലും പുലി പിടിച്ചാൽ പോലും നാട്ടുകാർ വിശ്വസിക്കില്ല. അഞ്ചായ തള്ളായിപ്പോയി എൻ്റെ തള്ളു. ഏത് അയ്യോ.